ഒരു കള്ളം ഒരാൾ പറഞ്ഞാൽ അത് ആരും വിശ്വസിക്കില്ല. ഒരു കള്ളം 100 പേരോ 1000 പേരോ പറഞ്ഞാൽ അത് പൊതുനീതിയാവും എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതേ കാര്യമാണ് ഇവിടെ ഡിവൈഎഫ്ഐ നടത്തിക്കൊണ്ടിരിക്കാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ CPM നടത്തുന്നത്. കാരണം ഇങ്ങനെ ഒരു പൊതുബോധം സോഷ്യൽ മീഡിയയിലൂടെ സൃഷ്ടിക്കുക, ഷാഫി പറമ്പിൽ എന്തോ ഷോ കാണിച്ചതാണ് എന്ന് വരുത്തി തീർക്കുക, ഒരുപാട് ആളുകളെ കൊണ്ട് ഇതിനെ പ്രതിരോധിക്കുക. സത്യസന്ധമായി പറഞ്ഞാൽ ഞാൻ ചോദിക്കട്ടെ, ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഹോസ്പിറ്റലിനകത്ത് അവിടെ രോഗിയെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ കൃത്യമായി എൻഡോസ്കോപ്പി ഉൾപ്പെടെ സ്കാനിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ വിശദ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. മെഡിക്കൽ റിപ്പോർട്ട് അത് മാത്രമല്ല, മെഡിക്കൽ ബോർഡ് ചേർന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തുവിട്ടിട്ടുണ്ട്. ഇതൊന്നും ഇവർക്ക് എന്താണ് ബാധകമല്ല. ഇവർ ചോദിക്കുന്ന ചോദ്യം എന്നറിയോ, ഷാഫി പറമ്പിലിനെ പിന്നെ സർജറി ചെയ്ത ഡോക്ടർ ആരാണ്? ആ ഡോക്ടറെ ഒന്ന് കാണണമല്ലോ. ഇവൻ എവിടെ നിന്നാണ് MBBS എടുത്തത്? ഈ ENT ഡോക്ടർമാരെ പഠിപ്പിക്കാൻ പോവാണേ. അതല്ല, ENT സർജനെ അവിടെ കോഴിക്കോട് ജില്ലയിൽ തന്നെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ENT സർജന്മാരിൽ 3-4 പേര് വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലാണ് ഈ പറയുന്ന ബേബി മെമ്മോറിയൽ. ആലോചിക്കണം, അവിടെ തന്നെ ഇദ്ദേഹത്തിന് സർജറി ചെയ്ത ആ ഡോക്ടർ വളരെ പ്രഗത്ഭനായ ഡോക്ടറാണ്, ഇദ്ദേഹത്തിന് സർജറി ചെയ്ത ഡോക്ടർ. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സ്ഥലത്ത് നിന്ന് എന്താണ് ഈ നേസൽ ബോൺ ഫ്രാക്ചർ റിഡക്ഷൻ എന്നുള്ളത് ഇവർക്ക് അറിയില്ല. അതുപോലെ തന്നെ എൻഡോസ്കോപ്പിക് സെപ്റ്റോപ്ലാസി എന്ന് പറയുന്ന ആ ഒരു സംഭവം എന്താണെന്ന് ഇവർക്ക് അറിയില്ല.